എനിക്ക് പണ്ട് മുതൽ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഇതുപോലത്തെ ഇലക്ട്രോണിക്സ് പരമായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി. അങ്ങനെ ചെയ്തതാണ് ഈ ഒരു ഹോട്ട് വീൽസിന്റെ സ്റ്റാൻഡും അതിലത്തെ ലൈറ്റുകളും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഈ പഴയ കാർ സ്റ്റീരിയോ എന്റെ കയ്യിലോട്ട് കിട്ടുന്നത്. ഞാൻ ആലോചിച്ചു എന്തുകൊണ്ട് ഈ ഒരു കാർ സ്റ്റീരിയോ ആംപ്ലിഫയർ പോലെ ആക്കിക്കൂടാന്ന്. അങ്ങനെ എന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന ഇലക്ട്രീഷ്യനെ ഞാൻ വിളിച്ചുണർത്തി. ഞാൻ ചെയ്യുന്ന ചില വർക്കുകൾ സക്സസ്ഫുൾ ആണെങ്കിലും ചിലതിന്റെ അവസ്ഥ ഇതൊക്കെയാണ്. ബൈ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. സാധാരണ ഇലക്ട്രോണിക്സ് വർക്ക് ചെയ്യുന്നതാണ് കാര്യമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് കൺഫ്യൂഷൻ വന്ന് അതുകൊണ്ട് ഞാൻ നേരെ തന്നെ യൂട്യൂബിലാണ് പോയി നോക്കിയത്. നോർമൽ പഴയ മോഡൽ കാർ സ്റ്റീരിയോനെ ബ്ലൂടൂത്ത് ആക്കണമെങ്കിൽ ഈ കാണുന്ന മോഡ്യൂൾ വേണം. അങ്ങനെ ഇലക്ട്രോണിക് ഷോപ്പിൽ പോയി വളരെ പെട്ടെന്ന് തന്നെ ഒരു മോഡ്യൂൾ മേടിച്ചിട്ട് വന്നു. കയ്യിലിരിക്കുന്ന ചെറിയ സാധനമാണ് ബ്ലൂടൂത്ത് മോഡ്യൂൾ മാത്രം കൊണ്ടായാലും കുറച്ച് വയറും ഒരു വയർ സ്ട്രിപ്പർ മേടിക്കാൻ. ഇത് പയനിയർ എന്ന ബ്രാൻഡിന്റെ കാർ സ്റ്റീരിയോ ആണ്. അത്യാവശ്യം പഴയ ഒരു മോഡൽ ആയതുകൊണ്ട് തന്നെ ഇതിൽ ഓക്സ് കണക്ഷനും USB കണക്ഷനും ഇല്ല. നിലവിൽ ഇതിൽ CD പ്ലെയർ മാത്രമേ ഉള്ളൂ. ബ്ലൂടൂത്ത് മോഡ്യൂളിന്റെ ബോർഡിലോട്ട് പവർ കൊടുക്കാൻ നോക്കിയപ്പോൾ ഏകദേശം 5 വോൾട്ട് ഈ ഒരു സ്റ്റീരിയോയിൽ നിന്ന് മൾട്ടിമീറ്ററിലോട്ട് കാണിക്കുന്നുണ്ട്. പവറിന്റെ കാര്യം ഓക്കെ സ്ഥിതിക്ക് നമുക്ക് അടുത്തത് ബ്ലൂടൂത്തിലോട്ട് പോകാം. ബ്ലൂടൂത്ത് മോഡ്യൂൾ ഇതിൽ സെറ്റ് ചെയ്യാൻ 2 വഴികളാണുള്ളത്. ഒന്നിൽ ഓക്സ് അല്ലെങ്കിൽ USB കണക്ഷൻ ഇതിൽ കൊടുത്തിട്ടേക്കണം, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റീരിയോയിൽ ഇൻബിൽഡ് ആയിട്ട് തന്നെ ബ്ലൂടൂത്ത് കണക്ഷൻ കൊടുത്തിട്ടേക്കണം. പിന്നെയുള്ള 2 വഴികൾ എന്ന് വെച്ചാൽ CDയുടെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ FM-ന്റെ ഔട്ട്പുട്ട്. ഞാനിപ്പോൾ എടുക്കുന്നത് FM-ന്റെ ഔട്ട്പുട്ടിൽ നിന്നാണ്. കാരണം FM-ന്റെ ഔട്ട്പുട്ടിൽ ബോർഡിൽ തന്നെ R ചാനൽ, L ചാനൽ, ഓഡിയോ ഗ്രൗണ്ടും കാണാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് സിമ്പിളായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ചാർട്ട് ക്രിയേറ്റ് ചെയ്തത്. ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്തിട്ട് പോലും ഇതൊന്നും എനിക്ക് സക്സസ് ആയില്ല എന്നതാണ് മറ്റൊരു സത്യം. ഞാൻ പിന്നെയാണ് മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിച്ചിരുന്നത്. കാർ സ്റ്റീരിയോയിൽ ഉണ്ടായിരുന്ന ബോർഡിലത്തെ ഐസ് ഡാമേജ് ആയിരുന്നു. ഈ കാരണം കൂടെ കൊണ്ടാവാൻ ചിലപ്പോൾ ഇത് വർക്ക് ചെയ്യാനത്. തൽക്കാലം ഈ പ്രൊജക്ട് ഇവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്യുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.